നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജാനുവരി 30 വെള്ളിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. പുതിയ അവസരങ്ങൾ തേടിയെത്താനും നിലവിലുള്ള ജോലിയിൽ പുരോഗതി കൈവരിക്കാനും സാധ്യതയുള്ള ദിവസമാണിത്. കലാകാരന്മാർക്ക് പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാനും മുടങ്ങിക്കിടക്കുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനും അനുകൂലമായ സാഹചര്യമുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ജോലിസ്ഥലത്തോ കുടുംബത്തിലോ അനാവശ്യമായ അപവാദങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അത്തരം സാഹചര്യങ്ങളെ ശാന്തതയോടെയും വിവേകത്തോടെയും നേരിടാൻ ശ്രദ്ധിക്കുക. സാമ്പത്തിക കാര്യങ്ങളിലും ആരോഗ്യത്തിലും ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വിഷമതകൾ ഉണ്ടായേക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാനും ബിസിനസ്സിൽ മികച്ച പുരോഗതി കൈവരിക്കാനും സാധിക്കും. തൊഴിൽ വിജയവും ധനലാഭവും ഈ രാശിക്കാർക്ക് ഇന്ന് ഫലമാണ്. അപ്രതീക്ഷിതമായി സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തണം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രോഗപീഠകൾ അലട്ടാനും വരവിൽ കവിഞ്ഞ ചെലവുകൾ വരാനും ഇടയുള്ളതിനാൽ ആഡംബരങ്ങൾ ഒഴിവാക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ബന്ധുക്കളുമായി ഒത്തുചേരാനും വിശ്രമ സൗകര്യങ്ങൾ അനുഭവിക്കാനും സാധിക്കുന്ന ദിവസമാണിത്. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. പുതിയ കരാർ ജോലികൾ ഏറ്റെടുക്കുവാൻ അവസരം ലഭിക്കുന്നത് വഴി ഗുണമുണ്ടാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബാംഗങ്ങളുമായി വളരെ നല്ല ബന്ധം നിലനിർത്താൻ സാധിക്കും. തൊഴിൽ വിജയം, പുത്രഭാഗ്യം, സാമ്പത്തിക നേട്ടം എന്നിവ ഇന്ന് പ്രതീക്ഷിക്കാം. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങാനും എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനും യോഗമുണ്ട്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ശാരീരികമായ അസ്വസ്ഥതകളും യാത്രാക്ലേശങ്ങളും അനുഭവപ്പെടാൻ ഇടയുണ്ട്. സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അത്ര അനുകൂലമായ സമയമല്ല. അന്യദേശത്ത് താമസിക്കേണ്ടി വരികയോ സ്ഥാനനഷ്ടമോ മാനസിക വിഷമങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. മാനസികമായ പിരിമുറുക്കം വർദ്ധിക്കാനും അനാവശ്യ ഭയങ്ങൾ അലട്ടാനും സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുക. അപമാനങ്ങൾക്കോ അപ്രതീക്ഷിത അപകടങ്ങൾക്കോ സാധ്യത കാണുന്നു. കേസ് വഴക്കുകളും അനാവശ്യ ചെലവുകളും വരാതെ സൂക്ഷിക്കണം. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ ഒത്തുതീർപ്പാകാൻ അനുകൂലമായ ദിവസമാണ്. ബിസിനസ്സിൽ പുരോഗതിയും സാമ്പത്തിക ലാഭവും കൈവരും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇന്ന് യോഗമുണ്ട്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. വിദേശയാത്രയ്ക്കോ വിദേശവാസത്തിനോ ഉള്ള ശ്രമങ്ങൾ വിജയിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതിയും തൊഴിൽ വിജയവും ഉണ്ടാകും. സാമ്പത്തികമായ ഭാഗ്യാനുഭവങ്ങളും ദാമ്പത്യ ഐക്യവും ഭക്ഷണ സുഖവും ഇന്ന് പ്രതീക്ഷിക്കാം. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. പരിക്കുകൾ പറ്റാൻ സാധ്യതയുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ വിവേകം കാണിക്കുക. ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നോ സർക്കാർ ഭാഗത്തു നിന്നോ ചില തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ജാതകത്തിൽ ചൊവ്വ അനുകൂലമല്ലാത്തവർക്ക് ഉദര രോഗങ്ങൾക്കും നിയമപരമായ പരാജയങ്ങൾക്കും സാധ്യതയുണ്ട്. അയൽക്കാരുമായോ ബന്ധുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV. 9746812212.